നടൻ കൃഷ്ണകുമാറിനും മകൾ ദിയയ്ക്കുമെതിരായ കേസിൽ നിർണായക തെളിവുകൾ പോലീസിന് ലഭിച്ചു. ദിയയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന 3 പെൺകുട്ടികളാണ് പരാതിക്കാർ. തങ്ങളെ തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ട് ഭീഷണിപ്പെടുത്തി പണം കൈക്കലാക്കി, ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്നൊക്കെയായിരുന്നു കൃഷ്ണകുമാറിനെതിരെയുള്ള പരാതി. പിന്നാലെ അവർ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചു. ടാക്സ് വെട്ടിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ അക്കൗണ്ട് വഴി പണം വാങ്ങാൻ ദിയ തന്നെയാണ് ആവശ്യപ്പെട്ടത്. ഞങ്ങൾ ഈ പണം അക്കൗണ്ടിൽ നിന്നും പിൻവലിച്ച് ദിയയ്ക്ക് കൊടുക്കും. ഇപ്പോൾ ദിയയും കുടുംബവും ഞങ്ങളെ ഭീഷണിപ്പെടുത്തി പണം പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയാണ്. 8 ലക്ഷം കൊടുത്തു, ഇനിയും വേണമെന്നാണ് അവരുടെ ആവശ്യം. കൊടുത്ത പണത്തിന് റെസീപ്റ്റ് ചോദിച്ചപ്പോൾ കൃഷ്ണകുമാർ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി. ഇതൊക്കെയായിരുന്നു ജീവനക്കാരുടെ ആരോപണം. തുടർന്ന് പോലീസ് കൃഷ്ണകുമാറിനും മകൾക്കുമെതിരെ ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിക്കുകയായിരുന്നു. വാർത്ത മാധ്യമങ്ങൾ ആഘോഷിച്ചു. രാഷ്ട്രീയ സ്വാധീനമുള്ള ആളാണ് കൃഷ്ണകുമാർ, അതുകൊണ്ട് അയാൾ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം കൈക്കലാക്കി. കൂടാതെ അയാൾ നായർ കമ്മ്യൂണിറ്റി ആണല്ലോ, അതുകൊണ്ട് പെൺകുട്ടികളെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു. ഇവൻ ഇതല്ല, ഇതിലപ്പുറവും ചെയ്യും. മഹാ അഹങ്കാരികളാണ് കൃഷ്ണകുമാറും കുടുംബവും. പാവം പെൺകുട്ടികൾ. ഇതായിരുന്നു മാധ്യമങ്ങളുടെ നിലപാട്. ചർച്ചകൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് കൃഷ്ണകുമാറിൻ്റെ ഭാര്യ സിന്ധു കൃഷ്ണ ഒരു വീഡിയോ പുറത്തുവിട്ടത്. ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പെൺകുട്ടികൾ കുമ്പസരിക്കുന്നതാണ് വീഡിയോയിൽ. സ്ഥാപനത്തിലെ QR കോഡ് മാറ്റിവെച്ച് സ്വന്തം ഫോണിലെ QR കോഡ് വഴി പണം വാങ്ങും. കിട്ടുന്ന പണം 3 പേരും തുല്യമായി വീതിച്ചെടുക്കും. ഓഗസ്റ്റ് മാസം മുതലാണ് തട്ടിപ്പ് തുടങ്ങുന്നത്. ഇതുവരെ എത്ര രൂപ തട്ടിച്ചു എന്ന് കൃത്യമായി അറിയില്ല. ഇതൊക്കെയാണ് പെൺകുട്ടികളുടെ വായിൽ നിന്ന് പുറത്തു വരുന്നത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉറഞ്ഞുതുള്ളിയ ശരീരഭാഷയായിരുന്നില്ല പെൺകുട്ടികളുടേത്. പിടിക്കപ്പെട്ട കുറ്റവാളികളുടെ ദയനീയതയായിരുന്നു. ദിയ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത് എന്ന് വീഡിയോയിൽ ഒരിടത്തും പെൺകുട്ടികൾ പറയുന്നുമില്ല. ഈ വീഡിയോ കണ്ടതോടെ മലക്കം മറിഞ്ഞു മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും. സംതിങ് റോങ് എന്നവർക്ക് തോന്നിത്തുടങ്ങി. പോലീസും ഉണർന്നു. പരാതിക്കാരുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ച പോലീസാണ് ഇത്തവണ ഞെട്ടിയത്. ജീവനക്കാരികളുടെ അക്കൗണ്ടിലേക്ക് അടുത്തിടെ വലിയ രീതിയിൽ പണം എത്തിയിട്ടുണ്ടെന്നും ആ പണം മറ്റ് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്നും പോലീസ് കണ്ടെത്തി. മാത്രമല്ല ATM വഴി വലിയ തുകകൾ ജീവനക്കാരികൾ പിൻവലിച്ചതായും കാണുന്നില്ല. ഇതൊക്കെ ഡിജിറ്റൽ തെളിവുകളാണ്. സ്ഥാപനത്തിലെ QR കോഡ് മാറ്റിവെക്കുന്നതും പണമടയ്ക്കാൻ കസ്റ്റമർക്ക് സ്വന്തം ഫോൺ കാണിച്ചു കൊടുക്കുന്നതും CCTV ദൃശ്യങ്ങളിലുമുണ്ട്. കൃഷ്ണകുമാറിന്റെ കാറിലേക്ക് പെൺകുട്ടികൾ കയറുന്നതിന്റെ ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. പക്ഷേ അവർ പറഞ്ഞതുപോലെ ബലപ്രയോഗത്തിന്റെ സൂചന പോലും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ലാഞ്ചന എന്നൊക്കെ വാക്കുണ്ടോ? ഇതോടെ മലക്കം മറിഞ്ഞു പോലീസ്. ജീവനക്കാരുടെ പരാതി കൗണ്ടർ കേസായി മാത്രം എടുത്താൽ മതിയെന്ന തീരുമാനത്തിലാണ് പോലീസ്. ജാമ്യമില്ലാ വാറന്റും കോപ്പുമൊന്നും ഇല്ലെന്നർത്ഥം. വേണ്ട രീതിയിൽ അന്വേഷണങ്ങൾ നടത്താതെ ഒരു പൊതുപ്രവർത്തകനെതിരെ, പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീക്കെതിരെ ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിക്കാമോ? കഥയിൽ ചോദ്യമില്ല. ഇവിടിങ്ങനെയാണ് ബൈ.